നമുക്കിന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്, ബീഫ് റെഡിയാണ്. നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കണം എങ്ങനെയാന്ന് നോക്കാം. കടുക് പൊട്ടിക്കാം. ഉള്ളിയിട്ട് വഴറ്റി വേപ്പില എടുക്കാൻ മറന്നുപോയി ഗൈസ്. ചട്ടി അടപ്പിൽ വെച്ചിട്ട് വേപ്പില പറിക്കാൻ പോയതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് ഞാൻ വേപ്പില ഉപേക്ഷിച്ചു. ഇത് വഴന്ന് വരുമ്പോൾ ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ അടുത്തൊരു ചേച്ചി കപ്പ നട്ടതാണ്. നല്ല വേവന കപ്പയാണ്. 5 കിലോ 100 രൂപക്ക് വാങ്ങിച്ചതാണ്. 2-3 ദിവസം വളർത്തി പുഴുക്കുണ്ടാക്കി. ഇന്നിപ്പോൾ ബീഫ് കറി ഉള്ള കാരണം കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചേക്കണ കപ്പ ചേർത്ത് കൊടുക്കാം. നല്ല വെന്തുടഞ്ഞ കപ്പയാണ്. മഴയൊക്കെ ആയത് കാരണം ചെറിയ ജലദോഷവും തുമ്മലൊക്കെ ഉണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചേക്കണ ബീഫ് ചേർത്ത് കൊടുക്കാം. അടിപൊളി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ഉണ്ടാകുന്ന നോക്കിയില്ല, ഉപ്പ് ഉണ്ടാകുന്ന നോക്കട്ടെ കേട്ടോ. നല്ല ഉപ്പൊക്കെ പാകത്തിനുണ്ട്, എരിവും പാകത്തിനുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് താഴെ ഇറക്കി വെക്കാം. നല്ല അടിപൊളി കപ്പ ബിരിയാണി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.